മുൻ RSS പ്രവർത്തകൻ കടവൂർ ജയനെ പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യവുമായി മാതാപിതാക്കളും ബന്ധുക്കളും രംഗത്തെത്തി. ഇതിനായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ടെന്നും ബന്ധുക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദൃക്സാക്ഷികൾക്ക് വധഭീഷണി നിലനിൽക്കുമ്പോഴും പ്രതികൾ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് രക്ഷപ്പെടുന്നു. 2012 ഫെബ്രുവരി 7-ന് പകൽ 12-ന് കടവൂർ വെച്ചാണ് ജയനെ കൊലപ്പെടുത്തിയത്. ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ. തീർച്ചയായിട്ടും ഇതൊരു കൊട്ടേഷൻ കൊലപാതകം തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും പട്ടാപ്പകൽ ഇത്രയും ധൈര്യപൂർവ്വം കടവൂർ ജംഗ്ഷനിൽ വെച്ച് തന്നെ കൊല്ലേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പോലീസിൻ്റെ നടപടിക്രമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികൾ ഏൽപ്പിച്ച ഒരു 8 പ്രതികളെ, അതായത് കീഴടങ്ങിയ 8 പ്രതികളെ കൊണ്ട് കേസ് അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് പോലീസിൻ്റെ നീക്കങ്ങൾ. പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരാണ് തലപ്പത്തുള്ളത്. വീട്ടിൽ ജയന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയ ശേഷമാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തത്. സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും സഹോദരി ഭർത്താവിന്റെയും മുൻപിലാണ് കൊലപാതകം നടന്നത്. പ്രതികളിൽ ഒരാളായ ഷിജുവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മാതാപിതാക്കൾ നേരിട്ട് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും കേസിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. സംഭവത്തിന് ദൃക്സാക്ഷികളായ പലരുടെയും മൊഴികൾ FIR-ൽ രേഖപ്പെടുത്തിയിട്ടില്ല. ജയനെ വെട്ടുന്നതിനുപയോഗിച്ച മഴു തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ലഭിക്കുകയും അത് അഞ്ചാലുമൂട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതും അന്വേഷണ റിപ്പോർട്ടിൽ കാണാനില്ല. തെളിവ് ശേഖരിക്കേണ്ട ഉദ്യോഗസ്ഥർ പ്രതികളുമായി ഒത്തുകളിക്കുകയാണ്. തെളിവുകൾ നശിപ്പിക്കുകയോ ഇല്ലാതാക്കുകയാണ് ചെയ്തു വരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.